നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഡാം പൊട്ടണേൻ്റെ ആ ഒരു എഫക്റ്റ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ വളരെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പ്രകൃതി ഭംഗി, ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഏരിയയുടെ പ്രകൃതി ഭംഗി വളരെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. എല്ലാവരുടെ ആക്ടിങ്ങും നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഞാനിതിൻ്റെ പഴയത് ഞാൻ കണ്ടിട്ടില്ല, ബട്ട് ഇത് എനിക്ക് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡെഫിനറ്റ്ലി. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ എല്ലാവരുടെ അഭിനയം? ഓക്കെ, എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാ ആർട്ടിസ്റ്റുകളും അതിൽ പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെ അഭിനയിച്ചിരിക്കണം എല്ലാവരും. എടാ ഇപ്പൊ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഓഡിയോ വണ്ണിൽ കണ്ടപ്പോ? നല്ല എക്സ്പീരിയൻസ് നല്ല മൂവിയായിരുന്നു. ഓക്കെ, പ്രോ എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. ഡാം എങ്ങനെയുണ്ട്? അതിപ്പോ ഒരു 4K കണ്ടപ്പോ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഇതുപോലെ ഒരു സിനിമ ഞാൻ ജീവിതത്തിലേ കണ്ടിട്ടില്ല. അടിപൊളി സിനിമയാണ്. ഈ സിനിമയ്ക്ക് പല അർത്ഥതലങ്ങളും പല ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കിതൊക്കെയാണ് പറയാൻ. എങ്ങനെയുണ്ട് മോനെ? എങ്ങനെയുണ്ട് മോനെ? എങ്ങനെയുണ്ട് പടം? ഓക്കെ, എങ്ങനെയുണ്ട്? മോനെ എങ്ങനെയുണ്ട്? ആ എങ്ങനെ ഇപ്പോൾ ഒരു ഓഡി വണ്ണിൽ ഒരു 4K കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. വളരെ നല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഹോളിവുഡ് സിനിമ കാണുന്നത് പോലെ നമുക്ക് ആ ഒരു ആൻസൈറ്റി ഒക്കെ തോന്നുന്ന വളരെ നല്ല സിനിമ. മോനെ എങ്ങനെയുണ്ട്? വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അതെ അതെ നല്ല സിനിമ. പ്രത്യേകിച്ച് പറയാനുണ്ട് അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ടെക്നിക്കലി ഇത്രയും നാൾ കഴിഞ്ഞതിന് ശേഷമുള്ള റിലീസാണ് ഗംഭീരം. ഭയങ്കര മേക്കിംഗ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ക്ലൈമാക്സ്. നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോൾ ഒരു ഭയങ്കര പേടിയുണ്ടല്ലോ, ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു പേടി. ഒരു ഡാം എങ്ങനെയാണ് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റില്ല. അതിൻ്റെ വിഷ്വൽ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അത് ഒരു സിനിമയിലൂടെ നമുക്ക് വരച്ച് കാണിക്കാൻ ഒരുപാട് എന്താ പറയുക, അതിനൊരു അതിര് വരുമ്പോഴുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് അതിൻ്റെ ഗ്രാഫിക്സിലും പെർഫെക്ഷനിലും ഗംഭീരമാണ്. സൂപ്പർ. കുറച്ച് നാൾ മുന്നേ കാണാൻ ആഗ്രഹിച്ച ഒരു ഫിലിം ഒരു റിലീസ് 4K വന്നതിൽ വളരെ അഭിമാനമായി തോന്നി. കാരണം അത്തരത്തിലൊരു ഡിസിഷൻ അതിൻ്റെ സംവിധായകൻ എടുത്തത് നമുക്ക് മോസ്റ്റ് വിലോട് വരും. ചേട്ടാ ഇതിൻ്റെ പഴയ വർഷം കണ്ടിട്ടുണ്ടായിരുന്നു? പഴയ വെർഷൻ ഒരു പരിധി വരെയൊക്കെ നമ്മൾ കണ്ടു, പക്ഷെ അത്രത്തോളം പൂർണ്ണമായി കാണാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു. കാരണം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു, പിന്നെ മലയാള വെർഷൻ നമുക്ക് ആ പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സംവിധായകൻ സോഹൻ സാർ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ആ മലയാളം വെർഷൻ കണ്ടാൽ മാത്രമേ എത്രത്തോളം അതിൻ്റെ പെർഫെക്ഷനിലേക്ക് അത് എത്തും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. കാരണം ഒരു ഡാം നമ്മൾ എല്ലാവരും ഭീതിയോടെ കാണുന്ന, മലയാളികളൊക്കെ ഭീതിയോടെ കാണുന്ന ഒരു മുല്ലപ്പെരിയാർ ഡാം, അത് മേ ബി എന്തെങ്കിലും ഒരു ഓൾമോസ്റ്റ് മോസ്റ്റ് ഡേഞ്ചറസ് ഡിസാസ്റ്റർ ഇൻ ദ വേൾഡ്, മേ ബി അത്രത്തോളം ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം നല്ല രീതിയിൽ മേക്കിംഗ് ഒന്ന് ഓവറോൾ. അവസാനത്തെ ഒരു 20 മിനിറ്റാണ് പടം. ഫസ്റ്റ് ഓഫ് ഓൾ ലാസ്റ്റ് നമുക്ക് വളരെ സ്ലോലി ഫീൽ ചെയ്യുമെങ്കിൽ ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഹോളിവുഡ് ടച്ചിലൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ആ ലാസ്റ്റ് 20 മിനിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കും. കാരണം മുല്ലപ്പെരിയാർ എന്നുള്ളൊരു വലിയ സംഭവം നമുക്ക് മലയാളികളുടെ മുന്നിലേക്ക് ഒരു ഭയമായി നിൽക്കുമ്പോൾ ഡാം 999 മസ്റ്റ് വാച്ചബിളാണ്, ക്രിയേറ്റർ വാച്ചബിളാണ്, എസ്പെഷ്യലി 4K വളരെ നന്നായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് 2010 ഇങ്ങനെ ഒരു പടം ചെയ്തെന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പുള്ളി അവിടെ ചോദ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമാണ് നാളെ അദ്ദേഹം കാണുകയാണെങ്കിൽ ഇതിന് എത്ര ബഡ്ജറ്റ് എന്നായിട്ടുണ്ടാവും എന്നറിയാനുള്ള ഇത് ഭയങ്കര. കാരണം അന്നത്തെ കാലത്ത് ഇതേപോലൊരു സിനിമ ചെയ്തെന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്. ഓസ്കാർ നോമിനേഷനിൽ ഒരു സിനിമ. പിന്നെ കഥയിലൊക്കെ പോകുകയാണെങ്കിൽ അത്യാവശ്യം ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിൻ്റെ ഡാമിൻ്റെ പോഷണം ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ പുള്ളി ആ ഒരു എടുത്തു പറയേണ്ട ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എല്ലാം. അപ്പോൾ ഇങ്ങനെ ഈ പടങ്ങളൊക്കെ സിനിമ തിയേറ്ററിലൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു മലയാളിയുടെ ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം പറയുണ്ടായി ഓസ്കാറിനായിട്ട് പോകുന്ന ഫസ്റ്റ് ഫിലിം നോമിനേഷനുള്ള ഫസ്റ്റ് ഫിലിം പോലും ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞനുസരിച്ചിട്ടുള്ള അറിവ്. അത് നല്ല ഇനിഷ്യേറ്റീവ് തന്നെയാണ്. എന്തായാലും നല്ലൊരു സിനിമ തന്നെയാണ്.
നിങ്ങൾ ഏത് പടത്തെ കുറിച്ച് ചോദിക്കുന്നത്? നമുക്ക് മലയാളത്തിലെ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു പടമെന്ന് ഞാൻ പറയും. കാരണം ഒന്നാമത് മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുമ്പോഴേ സോണ്ടറെ പോലെ ഒരാൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു സബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത് മലയാളത്തിൽ നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് വലിയ പ്രൊഡ്യൂസർ വലിയ കാശുള്ള ആളായിട്ട് അദ്ദേഹം ഭയങ്കര എടുക്കാൻ പറ്റും. ഇത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു പടമാണ്. കാരണം എൻ്റെ അവസാനം കാണുമ്പോൾ ആ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ 3 ജില്ല കാണില്ല എന്നൊക്കെ പറയുന്നത് തമിഴ്നാട് ഇങ്ങനെ വാശി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പടത്തിന് പ്രസക്തി കൂടുന്നു. കാരണം മനുഷ്യന് ജീവൻ വെച്ചല്ലേ കളിക്കണം. അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങൾ തരാം, പുതിയ ഡാം കിട്ടിയാലും വെള്ളം തരാം എന്ന് പറഞ്ഞ പോലും പുതിയ ഡാം കിട്ടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് പിണറായി വിജയനും സ്റ്റാലിനും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ സ്റ്റാലിൻ ഏറ്റില്ല. കാരണം മറുവശിപ്പിക്കുന്ന പ്രതിപക്ഷം തമിഴ്നാട്ടിൽ പ്രശ്നമുണ്ടാക്കും. അതാണ് അയാളുടെ പേടിയെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് പുതിയ ഡാം ഉണ്ടാക്കണമെന്ന് ഈ പടം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കും. മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഒരു ആദ്യമായി ഡയറക്റ്റ് ചെയ്ത ഒരാളുടെ പടം ഈ അവരെല്ലാം മലയാളം പറയുന്നതിൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഇംഗ്ലീഷിൽ തന്നെ കാണിച്ചാൽ മതിയായിരുന്നു. സാഹിബൊക്കെ മലയാളം പറഞ്ഞ എന്തായാലും നല്ല പടം നല്ല അറ്റംപ്റ്റാണ്. ആ റിലീസ് ചെയ്ത കാലത്ത് വിചാരിച്ച പോലെ പോയില്ല. ഈ 4th റെസൊല്യൂഷനിലൊക്കെ ആകുമ്പോഴെങ്കിലും നന്നായിട്ട് പോട്ടെ, അതിന് പ്രാർത്ഥിക്കാം. രാഷ്ട്രീയം അല്ലാതെ വേറെ ഒന്നുമല്ല. സ്റ്റാലിൻ ഇടപെട്ടാൽ പോലും ചിലപ്പോൾ മറ്റേ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി തമിഴ്നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. സ്റ്റാലിൻ മലയാളിക്ക് വേണ്ടി താൻ കിട്ടുന്നതൊക്കെ പറഞ്ഞു. നമ്മൾ കൊടുക്കാം, നിങ്ങളിപ്പോൾ എടുക്കുന്ന അത്രയും വെള്ളവും തരാം, ഞങ്ങൾ കാശ് മുടക്കി കെട്ടിക്കൊള്ളാമെന്ന് പോലും പെർമിഷൻ തരുന്നില്ല എന്ന് പറയുന്നത്. ഈ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ നടപടി എടുത്ത് എത്രയും പെട്ടെന്ന് ഒരു പുതിയ ഡാം കെട്ടേണ്ടതാണ് മുല്ലപ്പെരിയാർ. ഇഷ്ടം പോലെ നമ്മളെ ഫയലൊക്കെ കെട്ട് കണക്ക് എനിക്ക് തോന്നുന്നു ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റുന്നു ഡൽഹി ചെന്നിട്ടുള്ള ഫയലുകൾ കണ്ടാൽ. അത്രയ്ക്കും പോയിട്ടുണ്ടല്ലോ. ആരും ഉദാസീന UDF ആയാലും LDF ആയാലും ഉദാസീനത കാണിച്ചില്ല. ഈ രാഷ്ട്രീയമായതുകൊണ്ട് പ്രശ്നമായിരിക്കാം തമിഴ്നാട് സമ്മതിക്കാം. അവർ കാവേരിയിലും പ്രശ്നം ഉണ്ടാക്കുന്നില്ല, കർണാടകയോടും പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവിടെ നമ്മുടെ മുല്ലപ്പെരിയാറിനോട് പ്രശ്നമുണ്ടാകും. ഇത്രയും പെട്ടെന്ന് 2 സർക്കാരും കൂടി ചേർന്ന് അല്ലെങ്കിൽ സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടു. സുപ്രീം കോടതിയിൽ വെച്ച കള്ള ജഡ്ജിമാർ വന്ന് തെളിവെടുപ്പ് നടത്തിയിട്ട് കള്ള റിപ്പോർട്ടല്ലേ കൊടുത്തു. അത് മലയാളിയായ ഒരുത്തല്ലേ കൊണ്ടുവന്ന് കള്ള റിപ്പോർട്ട് എടുത്ത് ജഡ്ജി. അതൊന്നും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കാം. എറണാകുളം ജില്ല പൂർണ്ണമായി പോകും, ഇടുക്കി ജില്ല പൂർണ്ണമായിട്ട് പോകും, തൃശ്ശൂരിൻ്റെയും ആലപ്പുഴയുടെയും പകുതി പോകും. അപ്പോൾ ആലോചിച്ച് പോകും 3 ജില്ല കാണില്ല. ആലോചിച്ച് നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റുമോ? 3 ജില്ല എറണാകുളം ഇല്ലാത്ത ഒരു കേരളം ആലോചിച്ചു. ജീവൻ വെച്ചല്ലേ കളിക്കും. അതിനെ ചോദ്യം ചെയ്യുന്നൊരു സിനിമയാണ് തീർച്ചയായിട്ടും. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ സോണ്ടറോട് പറഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനമുണ്ട് താങ്കൾ ഇങ്ങനൊരു സിനിമ ചെയ്തത്. ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്ന എൻ്റെ ഭാര്യ പോലും അല്ല ഡെഡ് ബോഡി എടുക്കുന്ന സീനുകൾ എന്നപ്പോൾ കന്നഡ സിനിമകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. എന്തായാലും നല്ല അറ്റംപ്റ്റ്. സോണ്ടറയുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നല്ല എന്നും ചരിത്രം ഓർക്കും. ഒരുപാട് സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പടം അസല് പടമാണ്. കാരണം എസ്പെഷ്യലി നമ്മൾ 17 വർഷം മുമ്പ് അന്ന് ഷൂട്ട് ചെയ്ത ഒരു പടം വലിയ എക്സ്പെക്ടേഷനോടെ തിയേറ്ററിൽ വന്നപ്പോൾ പെട്ടെന്ന് അത് വിഡ്രോ ചെയ്യേണ്ടി വന്നല്ലോ. അത് കാണണം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയത്ത് മിസ്സായതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് അത് റീമാസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഡോൾബി അറ്റ്മോസിൽ 4K ക്ലാരിറ്റിയിൽ ഇറക്കിയിരിക്കുന്നത്. ഇന്ന് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എക്സ്പെക്ടേഷൻ അതീതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ തന്നെ 2 മണിക്കൂർ നമ്മൾ എൻഗ്രോസിംഗ് ആയിട്ട് പറയുന്നത്. നമുക്കെല്ലാം ഒരു അറിയേണ്ട കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് നമ്മുടെ ആയുർവേദം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു മലയാള സിനിമയിലും നമ്മുടെ ആ ഒരു പോസിറ്റീവ് പോയിന്റ് ഇതുവരെ വേൾഡ് ഓവർ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇത് നോമിനേഷൻ വരെ, ഓസ്കർ നോമിനേഷൻ വരെ കിട്ടിയൊരു പടമാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ നല്ല നന്മ പറഞ്ഞ കുറേ കാര്യങ്ങൾ, പിന്നെ ഇന്ന് പ്രസക്തമായ ഡാമിൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ മിക്സ് ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന പടമാണ്. എല്ലാവരും ഈ പടം കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.